നമസ്കാരം. ഇമ്മ്യൂണിലെ കമ്പ്യൂട്ടിങ്ങിൻ്റെ സ്ക്രൈബസ് ട്യൂട്ടോറിയലിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ടെംപ്ലേറ്റ്സുകളെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ന്യൂ ഫ്രം ടെംപ്ലേറ്റിന് കൊടുത്ത് നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് കിട്ടും. ഇപ്പോൾ ഇതിലേതെങ്കിലും ടെംപ്ലേറ്റ് എടുത്ത് ഇപ്പോൾ ന്യൂസ് ലെറ്റർ എടുത്ത് ഞാൻ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഇത് പഴയ വെർഷനിലാണ്, പഴയ സംഗതിയാണ്, കുഴപ്പമില്ല ഉണ്ടോ. ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് നമുക്കവിടെ കിട്ടും. നമുക്ക് ഇതിൽ കണ്ടൻറ്റ് മാറ്റിയാൽ മാത്രം മതി. ഇവിടെ ഈ ഡിസൈനൊക്കെ അവിടെ നമുക്ക് ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടല്ലോ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പത്രത്തിൻ്റെ ഒക്കെ ലുക്കിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഉണ്ടോ പാരഗ്രാഫ് സ്റ്റൈൽ. ഇപ്പോൾ ഇതിനകത്ത് ഈ സ്റ്റൈലുകളൊക്കെ ഈ എന്ത് പറയുന്നതാണ്, ഇതിലുള്ള സബ് ഹെഡർ, ലിസ്റ്റ് ഹെഡർ, ആർട്ടിക്കിൾ ഹെഡർ അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഉള്ള പ്രധാനപ്പെട്ട ഇതിലുണ്ടാക്കി വെച്ചിട്ടുള്ള ഇതെല്ലാം ഇതിലുണ്ടാക്കി വെച്ചിട്ടുള്ള പാരഗ്രാഫ് സ്റ്റൈലും ക്യാരക്ടർ സ്റ്റൈലും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓൾറെഡി ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈലിലെല്ലാം വരണം, ഒരു പ്രത്യേക രൂപത്തിൽ കോളങ്ങൾ വേണം, പ്രത്യേക മാർജിൻ വേണം. അങ്ങനെയൊക്കെ ഒരു സംഗതി ഉണ്ടെങ്കിൽ ടെംപ്ലേറ്റ് എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു പത്രമൊക്കെ ഇറക്കുന്നതാണെങ്കിൽ എപ്പോഴും ഒരു ടെംപ്ലേറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെക്കുന്നതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇത് ഓൾറെഡി ഉള്ള ടെംപ്ലേറ്റുകളാണ്. നമുക്ക് സ്വന്തമായി എങ്ങനെ ടെംപ്ലേറ്റ് ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം ഫയലിൽ പോകുന്നു, പ്രിഫറൻസിൽ പോകുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇവിടെ വന്നിട്ട് പാത്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഈ പാത്സിൽ ഡോക്യുമെൻറ്റ് ടെംപ്ലേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ചേഞ്ച് കൊടുത്തിട്ട് ഒന്നും ഉണ്ടാവില്ല ഡിഫോൾട്ട്. അപ്പോൾ ഞാനതിൽ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡർ കൊടുക്കാം. വിൻഡോസിലാണെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫോൾഡർ കൊടുക്കുക. ആ ഫോൾഡർ കൊടുക്കണം നിർബന്ധമാണ്. അപ്പോൾ ഞാനിവിടെ ഹോം ഐ ബി കമ്പ്യൂട്ടിങ്ങിന് ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡർ, ഡിഫോൾട്ടായിട്ട് ലിനക്സിൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ് ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡർ. ആ ഫോൾഡർ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദിസ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ നമ്മൾ ഒരു പുതിയ, ഇവിടെ വേണമെങ്കിൽ ന്യൂ ഫ്രം ടെംപ്ലേറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നിന്നുള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പുതിയത് ഉണ്ടാക്കണമല്ലോ. ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പഴയ പോലെ ഫയൽ ന്യൂ എന്നുള്ള പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ ലേഔട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. പുസ്തകത്തിൻ്റെ എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്കതിൽ കസ്റ്റം കൊടുക്കാം. കാരണം പുസ്തകത്തിൻ്റെ ഒരു സൈസ് വരുന്നത് പറഞ്ഞാൽ A4 നടുമടക്കി കഴിഞ്ഞാലുള്ള 4 പേജാവും. അതാണ് എൻ്റെ കണക്ക് വരുന്നത്. അപ്പോൾ A4 എന്ന് പറഞ്ഞാൽ 21, 29 അല്ലേ, 21, 29 വരുന്നത്. അത് 21, 28 ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി എടുത്ത് കൊടുത്താൽ നമുക്ക് ശരിയാവും. അപ്പോൾ വിടുത്ത് നമുക്കൊരു 145 ഹൈറ്റ് എന്നുള്ളത് 220 ആണ് സാധാരണ കൊടുക്കുക. അത് പല രീതിയിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ രീതിയിൽ സെറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ ഒരു 10 പേജ് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് മാർജിൻ ഇവിടെ ഓൾറെഡി ഉള്ള 20 മതി. ഞാൻ ഓൾറെഡി ഇന്നലെ പ്രിഫറൻസിൽ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് 20 വരുന്നത്. ഓക്കെ, ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ പേജ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ വേണമെങ്കിൽ ഞാൻ 2 കോളമാക്കാം എന്നുള്ളൊരു സാധനം കൊടുക്കുകയാണ്. അപ്പോൾ 2 കോളമാക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, പേജിൽ മാനേജ് ഗൈഡിൽ പോയിട്ട് ഞാനിവിടെ കോളം ആൻഡ് റോ എടുത്തിട്ട് ഇവിടെ വെർട്ടിക്കൽ 1 ക്ലിക്ക് ചെയ്യുന്നു, യൂസ് ഗ്യാപ്പ് 2 ക്ലിക്ക് ചെയ്യുന്നു, അപ്ലൈ ടു ഓൾ പേജ് കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഇതുണ്ടാക്കി വെച്ചു. ഇനി ടെംപ്ലേറ്റിൽ ആവശ്യം വരിക പേജ് നമ്പർ എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ ഇതാണ് ടെംപ്ലേറ്റിൽ ആവശ്യം ഉള്ള സാധനങ്ങൾ. ഇനി ഇപ്പോൾ നമുക്ക് ആവശ്യം വരുന്നത്, ടെംപ്ലേറ്റിൽ പ്രധാനമായിട്ടും വരുന്നത് എന്താണ്, ക്യാരക്ടർ പാരഗ്രാഫ് സ്റ്റൈലുകളാണ്. അപ്പോൾ ഞാനൊരു സ്റ്റൈൽ ഇവിടെ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു ടെക്സ്റ്റ് ബോക്സ് വരക്കുന്നു. പുതിയ സ്റ്റൈൽ ഉണ്ടാക്കാം. ഇതൊക്കെ എങ്ങനെ നോർമലി അത് സ്കിപ്പ് ചെയ്ത് വിടാം. ഇപ്പോൾ ഞാനിവിടെ 2 സംഗതികൾ സേവ് ചെയ്തിട്ടുണ്ട്. ബോഡി എന്നുള്ളൊരു പാരഗ്രാഫ് സ്റ്റൈലും അതുപോലെ തന്നെ ഹെഡ് എന്നുള്ളൊരു ക്യാരക്ടർ സ്റ്റൈലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പകുതി സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ ഈ മലയാളം എന്നുള്ളതിന് ബോഡി ആക്കിയിട്ടുണ്ട്. ഇത് മലയാളം എന്നുള്ളതിന് മാത്രം ഞാൻ ഹെഡ് ആക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ 2 ബോഡി എന്ന് പറയുന്നൊരു പാരഗ്രാഫ് സ്റ്റൈലും ഹെഡ് എന്ന് പറയുന്ന ക്യാരക്ടർ സ്റ്റൈലും ഉണ്ടാക്കി. ഇങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഉണ്ടാക്കി വെക്കാം. അതുപോലെ എവിടെയെങ്കിലും എന്തെങ്കിലും ചിത്രം വരണമെങ്കിൽ ചിത്രത്തിനുള്ള ബ്ലോക്ക് നമുക്ക് ഇവിടെ ഇട്ട് വെക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് എവിടെ എപ്പോഴും ഹെഡിങ്ങിൽ ഒരു സാധനം വരും എന്ന് വിചാരിച്ചു, ഒരു സാധനം എപ്പോഴും ആവശ്യമുണ്ടെന്ന് വിചാരിച്ചു, അവിടെ ഒരു ചിത്രം എപ്പോഴും കേൾക്കണം. ചിത്രത്തിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയാം. ഇങ്ങനെ ചെയ്തു വെക്കാൻ പറ്റും.
അപ്പോൾ ഇതൊരു ടെംപ്ലേറ്റായി മാറി. ഇപ്പോൾ ഇതൊരു ടെംപ്ലേറ്റാണ്. ഇപ്പോൾ നമ്മൾ ഒരു ടെംപ്ലേറ്റിലേക്ക് ആവശ്യമുള്ള സാധനം സെറ്റ് ചെയ്ത് വെച്ചു. 10 പേജുള്ളതാവണം. അതിലിങ്ങനെ ക്യാരക്ടർ സ്റ്റൈലും പാരഗ്രാഫ് സ്റ്റൈലും വരണം. പേജ് നമ്പർ ഇട്ട് വെക്കണം. പേജ് നമ്പർ ഇടുന്നത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ആ സമയത്ത് അതും കൂടി ചേർത്താൽ മതി. പേജ് നമ്പർ ഇടുന്ന കാര്യം ഞാൻ പിന്നീട് പറയാം. അത് മാസ്റ്റർ പേജിനും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയാമെന്ന് വിചാരിച്ചു. കാരണം മാസ്റ്റർ പേജ് ഒരു വേറെ വീഡിയോ ഒക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു. ടോപ്പിക് ബേസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അങ്ങനെയെല്ലാം ചെയ്തു വെച്ചതിന് ശേഷം നമ്മൾ ഇതിനെ ഒരു എന്താക്കി മാറ്റുകയാണ്, ടെംപ്ലേറ്റ് ആക്കി മാറ്റുകയാണ്. അതിനുവേണ്ടി ഫയലിൽ പോയിട്ട് സേവ് ആസ് ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കംപ്രസ് ഫയൽ ഇൻക്ലൂഡ് ഫോൺസ് ഒക്കെ ടിക്ക് ചെയ്തിട്ടേക്കുക. ഈ ഇൻക്ലൂഡ് ഫോൺസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് ഫോണ്ടുകൾ ഇപ്പോൾ മഞ്ചരി നമ്മൾ ഉപയോഗിച്ചിരുന്നു, മഞ്ചരി, രചന, മീര, അങ്ങനെ പലതും ഉപയോഗിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇത് നമുക്ക് പ്രത്യേകിച്ച് ഇത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട സന്ദർഭം വരുമ്പോൾ ഇൻക്ലൂഡ് ഫോൺസ് കൊടുത്തു കഴിഞ്ഞാലുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യാത്ത ഒരാൾക്ക് പോലും ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യാതെ ഈ സ്ക്രൈബസിനകത്ത് ഈ ഡോക്യുമെൻറ്റിൽ ഇത് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇപ്പോൾ നമ്മൾ ടെംപ്ലേറ്റ്സിലാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡറിൽ ഞാൻ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കുന്നു. അതിൻ്റെ പേര് ഞാൻ ബുക്ക് ടെംപ്ലേറ്റ് എന്ന് കൊടുക്കുന്നു. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇനി ഞാൻ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ അതിൻ്റെ പേര് ടെംപ്ലേറ്റ് ടെസ്റ്റ് 1 എന്നാണ്. ഞാൻ ബുക്ക് ടെംപ്ലേറ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, മോർ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കൊടുത്തതിന് ശേഷം ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഈ ഓക്കെ കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇത് സേവ് ചെയ്യുന്നു. ഇതിനെ ഞാൻ ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ ഹോമിൽ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡർ പോയപ്പോൾ ബുക്ക് ടെംപ്ലേറ്റ് എന്നുള്ള ഫോൾഡർ നമുക്കവിടെ കാണാൻ പറ്റും. ഓൾറെഡി ടെംപ്ലേറ്റിൻ്റെ ഫോൾഡർ അവിടെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കുകയാണെങ്കിൽ ഫോൺസ് ഒരു ഫോൾഡറിൽ കിടക്കുന്നുണ്ട്. എന്താ പറയുക, മഞ്ചരിയും കേരളയും ഉണ്ട്, പിന്നെ ഇമേജ്, പ്രൊഫൈൽ തുടങ്ങി പല കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഈ ഫോൾഡറാണ് നമ്മുടെ ബുക്ക് ടെംപ്ലേറ്റ്. ഇനി നമ്മൾ സ്ക്രൈബസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫയലിനകത്ത് ന്യൂ ഫ്രം ടെംപ്ലേറ്റ് എന്ന് കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ നമ്മൾ അപ്പോൾ അവിടെ തുടങ്ങുന്ന സമയത്ത് വരുന്ന സംഗതി അതിൽ നോക്കുമ്പോൾ ഓൺ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ പുതുതായിട്ട് വന്നതായിട്ട് കാണാം. അപ്പോൾ അതിനകത്ത് ബുക്ക് ടെംപ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്താൽ നമുക്ക് പുതിയൊരു ഫയലായിട്ടാണ് അത് ക്രിയേറ്റ് ആവുക. ടെംപ്ലേറ്റിനൊന്നും പറ്റില്ല. അതിനകത്തുള്ള സാധനം അതേപോലെ വരും ചെയ്യും. നമ്മൾ വിൻഡോസിൽ കണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ബോഡി എന്നുള്ള നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതും അതുപോലെ ഹെഡും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു സെറ്റ് ചെയ്യുന്നത്, ഒരു ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ മുമ്പ് സെറ്റ് ചെയ്ത ടെംപ്ലേറ്റിനെ എങ്ങനെ ഇതിലേക്ക് ഇടാൻ നോക്കാം. അപ്പോൾ ഇതിന് ഞാൻ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ പണ്ട് ജനേകത്തിൽ വേണ്ടി വർക്ക് ചെയ്തപ്പോൾ അവർക്ക് കുറച്ച് ടെംപ്ലേറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. ഓരോ പേജിന് ഓരോ ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇത് P2, P3 ഇത് ചാരമക്കോളത്തിൻ്റെയൊക്കെയാണ്. അപ്പോൾ ഈ 3 ടെംപ്ലേറ്റുകൾ ഇതൊക്കെ നമുക്ക് സിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ സിപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അൺസിപ്പ് ചെയ്യുക. അതിന് 3 ഞാൻ ഇങ്ങനെ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡറിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒബിറ്റ്, P2, P3 എന്ന് പറഞ്ഞ 3 ടെംപ്ലേറ്റുകളാണ്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഫയലിൽ ന്യൂ ഫ്രം ടെംപ്ലേറ്റിൽ ഓൺ ടെംപ്ലേറ്റ് കൊടുത്താൽ ഇപ്പോൾ അവിടെ കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ ഒബിറ്റ് എന്നുള്ള കോളം എടുക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പത്രത്തിൻ്റെ ഒരു ലേഔട്ടോട് വരുന്നത് നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ. അപ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഹൈഫനേഷനും അതുപോലെ തന്നെ ഇതിനകത്തുള്ള വാല്യൂസൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം അഡ്വാൻസ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ചില മാറ്റങ്ങൾ ഇവിടെ കണ്ടില്ലേ, ഈ ടെക്സ്റ്റ് കുറച്ച് ഒതുക്കിയിട്ടുണ്ട്. കാരണം ചെറിയ കോളത്തെ കൊള്ളാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒബിറ്റ് ബോഡി എന്നുള്ള ഒരു സാധനമുണ്ട്. ഇവിടെ അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ക്യാരക്ടർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ജനകത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഇതിൽ വർക്ക് ചെയ്ത് തുടങ്ങാം. ഇനി അതുപോലെ ഇത് ഞാൻ ക്വിറ്റ് ചെയ്യാം. ന്യൂ ഫ്രം ടെംപ്ലേറ്റ് ഒന്നുകൂടി കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഓൺ ടെംപ്ലേറ്റിൽ നമ്മൾ പേജ് 2 എടുക്കുകയാണെങ്കിൽ അല്ലേ, അപ്പോൾ അവിടെ നമ്മൾ ഈ ഡേറ്റ്, അവരുടെ ലോഗോ, മറ്റേ ഡേറ്റും എഴുതി കാണിക്കുന്നത്, അതുപോലെ ഇവിടെ പേജിൻ്റെ പേര്, അതിൻ്റെ വര, അങ്ങനെ കോളങ്ങളുടെ അളവ്, സംഗതി അതിൻ്റെ ഇടയിൽ പ്രിൻറ്റ് ചെയ്ത അങ്ങനെയൊക്കെ നമ്മൾ ടെംപ്ലേറ്റ് ആക്കി വെച്ചേക്കണം. അപ്പോൾ ഫയൽ ന്യൂ ഫ്രം ടെംപ്ലേറ്റ് കൊടുത്തിട്ട് എടുത്തിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്യേണ്ട കേസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരേണ്ട കാര്യങ്ങൾ സേവ് ചെയ്യാനാണ് ടെംപ്ലേറ്റ് എന്നുള്ള സംഗതി ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ 2019 സെറ്റ് ചെയ്ത് വെച്ച സംഗതിയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ടെംപ്ലേറ്റ് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ നമുക്ക് ഇതിൻ്റെ മാസ്റ്റർ പേജ് ലേഔട്ടിങ്ങും അതുപോലെ തന്നെ പേജ് നമ്പറുടെ കാര്യങ്ങളും മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തെ വീഡിയോ 1800 വ്യൂ ആയെങ്കിലും രണ്ടാമത്തെയും മൂന്നാമത്തെ വീഡിയോയിലേക്ക് എത്തുന്തോറും കൊഴിഞ്ഞുപോക്കുകൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് തുടർച്ചയായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു സർക്കിളിലേക്ക് ഈ
വിഷയം താല്പര്യമുള്ള ആളുകളിലേക്ക് ദയവ് ചെയ്ത് ഈ വീഡിയോ എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.